ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരാതി പരിഭവം പറയുന്ന ഒത്തിരി പേരുടെ വായടപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിൻ്റെ ഒരു ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും: യേശു കേട്ട അധിക്ഷേപങ്ങൾ. ക്രിസ്ത്യാനികളായി നമ്മൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? യേശു പറഞ്ഞൊരു കാര്യമുണ്ട്: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ നടന്ന അതേ പാതയിലൂടെ നടക്കണം. സബദീപുത്രന്മാരോട് കർത്താവ് പറഞ്ഞ എന്താണ്? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ടാവും. യേശുവിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവൻ ഏറ്റെടുക്കേണ്ടി വന്ന അധിക്ഷേപം, വേണമെങ്കിൽ അവിഖ്യാതം എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നിരവധിയാണ്. പക്ഷെ അതുമല്ലോ ക്രിസ്ത്യാനികളായി നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ടി വരാറുണ്ടോ? എന്നിട്ടും കർത്താവിന് പരാതിയില്ലായിരുന്നു, നമുക്ക് പരാതിയാണ്. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. രാമച്ചേരിക്കൽ കുർബാനയ്ക്ക് പോയി. അന്ന് ഈ കൈക്കകത്താണ് കുർബാന സ്വീകരിക്കുക. അവർ കൈക്കകത്ത് സ്വീകരിച്ചിട്ട് കൺസ്യൂം ചെയ്തില്ല, ഭക്ഷിച്ചില്ല. അതുമായിട്ട് അവിടുന്ന് പോയി. ആരും കാണാതെ സൂത്രത്തിൽ അവിടുന്ന് പോയി. ചെന്നത് മറ്റൊരു വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കയറിയിട്ട് അവർ പറഞ്ഞൊരു കാര്യം: ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല. ഇതുകൊണ്ടോ, ദിവ്യകാരുണ്യം എൻ്റെ കയ്യിലുണ്ട്. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ഈശോയെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത കാര്യങ്ങളല്ല. തെറ്റായ എന്തോ ആരോപണം ഇവർക്കെതിരെ ആ വീട്ടുകാർ നടത്തി. അതിന് ഇവരുടെ സത്യസന്ധത അല്ലെങ്കിൽ നിഷ്കളങ്കത എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യമാണ്. ദിവ്യകാരുണ്യമായിട്ട് ആ ഭവനത്തിലേക്ക് ചെന്നു. അങ്ങനെ ഒരു കാര്യം അവർക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു വീരോചിതമായ കാര്യത്തിന് പോലും അവർ തയ്യാറായത്. വേറെ സംഭവം എനിക്കറിയാം. അമ്മച്ചിയുടെ വലിയ ഒരു വേദനയായിരുന്നു മരുമകൾ അവരെ കള്ളിയാക്കി എന്നത്. അവരുടെ ചില സംസാരം, പെരുമാറ്റം, അതിന്റെ വെളിച്ചത്തിൽ എന്തോ അവിടെ കാണാതെ ഒരു കാര്യം, മിക്കവാറും പോയത് ഈ വഴിക്കായിരിക്കും എന്നുള്ള രീതിയിൽ അവർ കമന്റ് പറഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത്: ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കട്ടെടുക്കുന്ന ഒരു കാര്യം അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു അവിഖ്യാതം കേൾക്കേണ്ടി വന്നത് അവരെ വളരെയേറെ വേദനിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ, യേശുവിന് നൽകപ്പെട്ട ചില ചെല്ലപ്പേരുകൾ, അവൻ കേൾക്കേണ്ടി വന്ന ചില അധിക്ഷേപങ്ങൾ വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുത്താൽ മതി. മർക്കോസ് 6:3 നമ്മൾ കാണുന്നത് അവനെ മരപ്പണിക്കാരൻ, കാർപ്പൻ്റർ എന്ന് വിളിച്ച ആ ഒരു രംഗമാണ്. മരപ്പണിക്കാരൻ എന്ന് വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. യോഹന്നാൻ 4:48 വായിച്ചാലോ, അവനെ സമറിയാക്കാരനും പിശാചു ബാധിതനും എന്ന് നാമകരണം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. യോഹന്നാൻ 4:48. യോഹന്നാൻ 7:23 കൂടി എടുക്കുകയാണെങ്കിലോ, നിയമലംഘകൻ എന്ന് വിളിക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു. നിയമം ലംഘിച്ചിട്ടാണോ? ഇനി അവരുടെ കാഴ്ചപ്പാടിൽ അവൻ നിയമലംഘകനായിരുന്നു. വീണ്ടും ലൂക്ക 23:14 എടുത്താൽ, ജനത്തെ വഴിതെറ്റിക്കുന്നവൻ എന്ന ആരോപണം കേൾക്കേണ്ടി വന്നവനാണ് യേശു ക്രിസ്തു. ലൂക്ക 5:33 എടുത്താലോ, അവിടെ പറഞ്ഞിരിക്കുന്നത് തിന്നു കുടിച്ച് നടക്കുന്ന ഭോജനപ്രിയൻ. ഇത് യേശുവിനെ കുറിച്ച് ചില വ്യക്തികൾ പറഞ്ഞ ഒരു കാര്യമാണ്. മർക്കോസ് 2:16 വായിച്ചാൽ, പാപികളോട് സഹവസിക്കുന്നവൻ. അവൻ്റെ കൂട്ടുകെട്ടൊക്കെ പാപികളോടാണ് എന്ന് പറഞ്ഞ വ്യക്തികളെ ഈ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. മർക്കോസ് 3:21 വായിച്ചാലോ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ കഠിനമായ കാര്യമാണ്: സുബോധം നഷ്ടപ്പെട്ടവൻ, മെന്റലായി മാറിയവൻ. അങ്ങനെ പോലും കേൾക്കേണ്ടി വന്നവനാണ് യേശു ക്രിസ്തു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഇതേ വചനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, മർക്കോസ് 3:22 നമ്മൾ കാണുക, പിശാചു ബാധിതൻ എന്നവൻ വിളിക്കപ്പെട്ടു. അതും ചെറിയ പിശാചുക്കളൊന്നുമല്ല, ബെൽസെബൂൾ ബാധിച്ചിരിക്കുന്നു എന്നാണ് ചിലർ അവനെക്കുറിച്ച് പറയുകയുണ്ടായത്. മത്തായി 27:63 വായിച്ചാൽ, വഞ്ചകൻ എന്ന് അവന് ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ വഞ്ചകൻ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ 10:33, ലൂക്ക 5:21 ഇതൊക്കെ എടുത്താൽ ദൈവദൂഷകൻ എന്ന് വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ മേൽ ആരോപിച്ചത് എത്ര നിസ്സാരം എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരില്ലേ? ഇതെല്ലാം കേട്ടിട്ടും അവിടെ പരാതി പരിഭവമില്ലാതെ നിന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് വചനത്തിൽ നമ്മൾ കാണുക. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നല്ലത് ചെയ്തിട്ടും അധിക്ഷേപിക്കപ്പെട്ട വ്യക്തികളെ കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ നല്ലതാണ് ചെയ്തത്, പക്ഷെ അവർക്ക് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു.
ജോബ് 1:8 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജോബിനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും നന്മയെ സ്നേഹിക്കുന്നവനും തിന്മയെ വെറുക്കുന്നവനുമായിട്ട് ആരുണ്ട്? എത്ര നല്ല മനുഷ്യൻ! പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അവൻ ചില അധിക്ഷേപങ്ങൾ കേട്ടത് 2-ാം അധ്യായം 9 അവൻ്റെ ഭാര്യ അവനെ അധിക്ഷേപിച്ച് പറയുന്നത് കാണാൻ പറ്റും. ഇനിയും നിങ്ങൾ ദൈവവിശ്വാസമായിട്ടിരിക്കുകയാണോ? ആ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കും മനുഷ്യ എന്ന് സ്വന്തം ഭാര്യ പറയുന്നത് അവൻ കേൾക്കേണ്ടി വന്നു. തോബിത്തിന് എന്താ സംഭവിച്ചത്? നന്മ ആഗ്രഹിച്ച് നന്മ ചെയ്ത ഒരു വ്യക്തിയാണ് തോബിത്ത്. 2:14 വചനമെടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, പട്ടിണി കിടന്നിട്ടും കട്ടെടുത്തത് വേണ്ട എന്ന് പറഞ്ഞ് ഈ തോബിത്തിനെ കുറിച്ച് ഭാര്യ പറഞ്ഞത്. അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്, എല്ലാം അറിയാമെന്നാണ് നിന്റെ ഭാവം. അങ്ങനെ പറഞ്ഞ് അവനെ അധിക്ഷേപിക്കുന്ന ഭാര്യയെ അവിടെ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 26:24 എടുത്താലോ, പൗലോസിനോട് ഫേസ്തൂസ് പറഞ്ഞൊരു കാര്യം, നിന്റെ വലിയ അറിവ്, ചിലര് പറയാറില്ലേ പഠിച്ച് അവന് വട്ടായെന്ന്. ഈ രീതിയിൽ പൗലോസിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഫേസ്തൂസ് പറഞ്ഞു, നിന്റെ വലിയ അറിവ് നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. ഇങ്ങനെ അധിക്ഷേപങ്ങൾ കേട്ടവരാണ് ഈ വ്യക്തികളൊക്കെ. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നല്ലവർക്കും സഹനം വരാം. 1 പത്രോസ് 3:17 പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്തിട്ടും കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അത് നല്ലതാണ്. തിന്മ ചെയ്ത് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. 1 പത്രോസ് 4:12 മുതൽ 16 വരെ വായിച്ചാൽ നമുക്കിത് കാണാൻ സാധിക്കും. നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നല്ലവരായി ജീവിച്ച വ്യക്തികൾക്ക് പോലും സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. അവിടെ പരിഭ്രമിക്കരുത്, പരാതി പറയരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പല ബൈബിൾ കഥാപാത്രങ്ങളും നല്ലവരായി ജീവിച്ചു, പക്ഷെ വലിയ സഹനം. മറിയം 7 വ്യാകുലങ്ങൾ സ്വീകരിച്ചോളെ. യേശു ഒരു പാപം പോലും അവനിൽ ആരോപിക്കാനായിട്ട് ആർക്കും പറ്റിയില്ല, തെളിയിക്കാൻ പറ്റിയില്ല. പക്ഷെ അവനെ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത വിധം അവൻ അത്രമാത്രം പ്രഹരമേറ്റവനാണ്. ഇതോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ട ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ ഹൃദയം നിറച്ച നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെയും ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം അങ്ങിപ്പോൾ നിറവേറ്റി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.